കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന മേഖലാ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. പരിഷ്കരണ കുടിശ്ശികൾ അനുവദിക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന മേഖലാ മാർച്ചാണ് നയങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മൂന്നാം മോദി സർക്കാർ. രണ്ടാം തലമുറ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് കടക്കുക എന്നാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ സാമ്പത്തിക നയങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് NDAയുടെ സഖ്യകക്ഷികളായ TDPയും JDUവും അടക്കം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മൂന്നാം മോദി സർക്കാർ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് വ്യക്തമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. വർഗീയതയുടെ കാര്യത്തിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളിലും കഴിഞ്ഞ 10 വർഷക്കാലം ഏത് നയമാണോ പിന്തുടർന്നത് അതിന്റെ തനിയാവർത്തനം കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ മേഖലാ മാർച്ചും ധർണയും ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമം നമുക്കറിയാം, IPC, CRPC ഉൾപ്പെടെയുള്ള പേരുകൾ മാറ്റിക്കൊണ്ട് ഇന്ത്യൻ ന്യായ സംഹിത, അതുപോലെ ഭാരതീയ ന്യായ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത എന്ന് പേര് മാറ്റിക്കൊണ്ട് ആ നിയമങ്ങളടക്കം പരിഷ്കരിച്ചുകൊണ്ട് ഈ നയങ്ങൾ പരിഷ്കരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെയോ ജനങ്ങളുടെയോ അഭിപ്രായത്തെ മാനിക്കാതെ കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെയാണോ പിന്തുടരുന്നത് അതുപോലെ തന്നെ ഏകപക്ഷീയമായ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ഫെഡറലിസത്തെ അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്തെ സിവിൽ സർവീസിനെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നേറുന്നു.
നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിനായ സസ്തികൾ ഒഴിച്ചിട്ടുകൊണ്ട് ദിവസവേതനാടിസ്ഥാനത്തിലും കരാറടിസ്ഥാനത്തിലും അവർക്ക് BJPയുടെയും സംഘപരിവാറിന്റെയും ഓഫീസുകളിൽ നിന്നും കൊടുത്തുവിടുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നൽകുന്നു. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ സിവിൽ സർവീസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ 8 വർഷക്കാലം 2 ലക്ഷത്തിൽ പരം നിയമനങ്ങൾ നടത്തി 40,000-ൽ പരം പുതിയ സസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസ് കെട്ടിപ്പടുക്കുക എന്നുള്ളത്. നമ്മൾ ഉയർത്തുന്ന ആ മുദ്രാവാക്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഓഫീസുകളിലേക്ക് കടന്നു വരുന്ന ബഹുജനങ്ങളെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും സംതൃപ്തമായി അവർ നിറഞ്ഞ ചിരിയോടുകൂടി നമ്മുടെ ഓഫീസുകളിൽ നിന്നും കടന്നു പോകുന്ന ആ നിലയിലേക്ക് നമ്മുടെ സിവിൽ സർവീസിനെ കെട്ടിപ്പടുക്കുക, ജനോന്മുഖമായ സിവിൽ സർവീസിനെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും നമ്മുടെ മുന്നിലുണ്ട് പ്രിയമുള്ളവരെ. ആ നിലയിൽ ആ ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. പരിപാടി പ്രമേയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ അത് നടപ്പാക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം, പ്രതികൂല കാലാവസ്ഥയിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ജാഥ നടന്നു വന്നപ്പോൾ നല്ല വെയിലായിരുന്നു, ഇവിടെ വന്നിരുന്നപ്പോൾ നല്ല മഴയും നല്ല തണുപ്പും. അത്തരത്തിലൊരു കാലാവസ്ഥയിലും നമ്മുടെ മുദ്രാവാക്യങ്ങളുടെ 9 മുദ്രാവാക്യങ്ങളുടെ അതിപ്രാധാന്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കച്ചവടത്തിനായിട്ട് വന്നവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പിടിച്ചടക്കി. അന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അല്ല പിടിച്ചടക്കിയത്, ഇവിടെ വിവിധ ഇടങ്ങളിലായി നിലനിന്നിരുന്ന, വിവിധ സംസ്കാരങ്ങളിലായി നിലനിന്നിരുന്ന എന്താണ് രാജ്യം, എന്താണ് ഭരണം, എന്താണ് ഒരു ഒരുമ എന്നറിയാതെ ഇരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലേക്കാണ് അവർ വന്നത്. അവർ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ രാജ്യത്തിനെ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യരെയും കീഴടക്കുന്നതിന് അവർക്ക് കാരണമായി. എന്തുകൊണ്ട് കാരണമാകുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരുമ എന്നൊരു വാക്കിവിടെ ഇല്ലായിരുന്നു.